വരാനിരിക്കുന്ന LSS എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ മൾട്ടിപ്പിൾ ചോയ്സ് മോഡൽ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ചോദ്യോത്തരങ്ങളൊന്ന് ചെയ്ത് നോക്കുക, മാർക്ക് കമൻറ്റ് ചെയ്യുക, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബോണസ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ഗോവയുടെ തലസ്ഥാനം ഏത് എന്നാണ്. ഓപ്ഷൻസ്: പനാജി, ഇറ്റാനഗർ, അഗർത്തല, ഹൈദരാബാദ്. ഉത്തരം പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: മൂന്നാർ, തേക്കടി, വാഗമൺ, ലക്കിടി. വാഗമണാണ് കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത്. പ്ലൂറൽ ഫോം ഓഫ് ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈയുടെ പ്ലൂറൽ എഴുതുക. ഓപ്ഷൻസ്: ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈസ്. ഓപ്ഷൻ എ ബട്ടർഫ്ലൈസ് എന്നതാണ് ബട്ടർഫ്ലൈയുടെ പ്ലൂറൽ ഫോം. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ഓപ്ഷൻസ്: മൂന്നാർ, ഇരവികുളം, ചിന്നാർ, നെയ്യാർ. ഉത്തരം ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം. ഒരു സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ 25 കൂട്ടി, അപ്പോൾ 67 കിട്ടി. സംഖ്യ ഏതാണ്? ഓപ്ഷൻസ്: 21, 22, 23, 24. ഉത്തരം 21 സംഖ്യ. ഇത് കിട്ടിയത് എങ്ങനെയെന്ന് നോക്കാം. സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. സംഖ്യയുടെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. ഇപ്പോൾ 2 ആ ഇരട്ടിയോട് 25 ആഡ് ചെയ്യുമ്പം 2x + 25 67 കിട്ടും. അപ്പം 2x 67 - 25 എന്ന് വരും. അപ്പോൾ ഈ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 - 25. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 42 കിട്ടും. അപ്പം അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കാണാൻ 42 / 2 = 21 ആണ് നമ്പർ. 12 പേർ ചേർന്ന് ഒരു ജോലി പൂർത്തിയാക്കാൻ 24 ദിവസം വേണം. എന്നാൽ 24 പേർക്ക് ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണം? ഓപ്ഷൻസ്: 12, 24, 20, 10. ഉത്തരം 12. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ്: രാജീവ് കുമാർ, സുനിൽ അറോറ, സുശീൽ ചന്ദ്ര, കല്യാൺ സുന്ദരം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. ഹോക്കി ടീം അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 5, 6, 11, 10. 11 പേരാണ് ഹോക്കി ടീമിൽ ഉൾപ്പെടുന്നത്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയെ, വന്ദിപ്പിൻ വരതയെ. ഇത് ആരുടെ വരികളാണ്? ഓപ്ഷൻസ്: വള്ളത്തോൾ, എഴുത്തച്ഛൻ, വൈലോപ്പിള്ളി, ഉള്ളൂർ. ഉത്തരം വള്ളത്തോളിൻ്റെ വരികളാണിത്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എറണാകുളം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. ഉത്തരം ഇടുക്കി ജില്ലയിലാണ് വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമായ ഇരവികുളം. മേക്ക് മീനിങ്ഫുൾ വേർഡ്സ് ഫ്രം ദി ഫോളോയിങ്. LAPACE എന്ന വാക്കുപയോഗിച്ച് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കണ്ടുപിടിക്കണം. ഇതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ പാലസ് എന്നതാണ് ഉത്തരം. PALACE. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട്. ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കണം. ഓപ്ഷൻസ്: നെസ്റ്റ്, ബേഡ്, ഫെദർ, ബോയ്. ഉത്തരം ബോയ് ആണ്. ബാക്കിയുള്ളതെല്ലാം ബേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്. ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്.
5042 എന്നീ അക്കങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യ ഏതാണ്? 2045, 2054, 2450, 5420. ഇരട്ട സംഖ്യയാണ് അത്. ഓപ്ഷൻ ബി 2054 ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ്, 360 സെക്കൻഡ്, 60 സെക്കൻഡ്, 600 സെക്കൻഡ്. ഉത്തരം ഓപ്ഷൻ എ 3600 സെക്കൻഡാണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. 1 + 1 + 1 1 + 1 1 1 എത്രയാണ്? ഓപ്ഷൻസ് 1234, 2134, 4321, 1122. ഓപ്ഷൻ എ 1234. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1942 പ്രാധാന്യം എന്താണ്? ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം, മലബാർ ലഹള നടന്ന വർഷം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതാണ് 1942. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാനിൻ്റെ സമാന പദം അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് ഹരിണം, ഏണം, കുരങ്കം, നീരജം. നീരജമാണ് മാനിൻ്റെ സമാന പദമല്ലാത്തത്. നീരജം എന്നാൽ താമര എന്നാണ് മീനിങ് വരുന്നത്. ബാക്കിയെല്ലാം മാനിൻ്റെ സമാന പദങ്ങളാണ്. പിരിച്ചെഴുതുക. പച്ചപ്പന്തൽ. ഓപ്ഷൻസ് പച്ച അധികം പന്തൽ, പച്ചപ്പ് അധികം പന്തൽ, പച്ച അധികം പന്തൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഓപ്ഷൻ സി പച്ച അധികം പന്തൽ എന്നതാണ് പച്ചപ്പന്തൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ, നമ്പൂരി ഫലിതങ്ങൾ, അക്ഷരത്തെറ്റ്, സീതാ സ്വയംവരം. ഉത്തരം സീതാ സ്വയംവരമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റേതല്ലാത്തത്. ഒരു കടയിൽ ഒരു മാസം 8 ടൺ 16 ക്വിൻ്റൽ അരി കൊണ്ടുവന്ന് വിറ്റു. എത്ര കിലോഗ്രാം അരിയാണ് വിറ്റത്? ഓപ്ഷൻസ് 8000, 9600, 9000, 1600. 8000 + 1600 9600 കിലോഗ്രാമാണ് വിറ്റത്. ഒരാൾ പേനയും പെൻസിലും 25 രൂപയ്ക്ക് വാങ്ങി. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 9 രൂപ കൂടുതലാണ്. എന്നാൽ പെൻസിലിൻ്റെ വില എത്രയാണ്? ഓപ്ഷൻസ് 8, 16, 14, 20. 8 രൂപയാണ് പെൻസിലിൻ്റെ വില. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് നോക്കി. പേനയ്ക്കും പെൻസിലിനും കൂടി 25 രൂപയെങ്കിൽ പെൻസിലാണ് നമുക്ക് എക്സ് എന്നെടുക്കാം. പേന പെൻസിലിനെക്കാട്ടി 9 രൂപ കൂടുതൽ, അപ്പോൾ x + 9. അപ്പോൾ x + 9 പ്ലസ് പേനയുടെ പെൻസിൽ എന്ന് പറഞ്ഞാൽ x = 25. പിന്നെ 2x + x കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 2x + 9 = 25. അപ്പോൾ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 - 9. അപ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ്. അപ്പോൾ x = 16 / 2. അപ്പം = 8 കിട്ടും. അപ്പോൾ പെൻസിലിൻ്റെ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. പെൻസിലിൻ്റെ വില 8 ആണ്. പേനയുടെ ആണെങ്കിൽ 17 രൂപ. നാല് വാദ്യങ്ങൾ ഉൾപ്പെടുന്ന കഥകളിയുടെ ചടങ്ങ് ഏതാണ്? ഓപ്ഷൻസ് കേളി, അരങ്ങുകേളി, പുറപ്പാട്, തോടയം. കേളിയാണ് 4 വാദ്യങ്ങൾ ഉൾപ്പെടുന്ന കഥകളിയുടെ ചടങ്ങ്. യക്ഷഗാനം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്? ഓപ്ഷൻസ് കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, ഇടുക്കി. കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം. ഓട്ടൻ, ശ്രീതങ്കൻ, പറയൻ ഇവ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് കഥകളി, തുള്ളൽ, ഭരതനാട്യം, കൂടിയാട്ടം. തുള്ളലുമായി ബന്ധപ്പെട്ടതാണ്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഇവ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് കുരുമുളക്, തേയില, തെങ്ങ്, നെല്ല്. ഉത്തരം നെല്ലാണ്. അടുത്ത കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. താളമേളങ്ങൾ എന്ന പദം മാറ്റി എഴുതിയാൽ എങ്ങനെയാണ്?
താളങ്ങൾ മേളങ്ങൾ, താളവും മേളവും, താളത്തിലുള്ള മേളം, താളത്തിൻ്റെ മേളം. ഇതിൽ ശരി ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.